സന്ധ്യാദീപത്തിൽ ഇനി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ്. ശ്രീ ശങ്കര കൃതികളിൽ ശ്രീ ഭവാനി അഷ്ടകമാണ് ശ്രദ്ധിക്കുന്നത്. ഭക്തിമാർഗത്തിൽ ഏറ്റവും മുഖ്യമായ ശരണാഗതിയെ ബോധിപ്പിക്കുന്ന കൃതിയാണിത്. അതിൽ 4-ാം ശ്ലോകം ന ജാനാമി പുണ്യം ന ജാനാമി തീർത്ഥം ന ജാനാമി മുക്തിം ലയം വാ കദാചിത്. തുടർന്ന് പറയുകയാണ് ന ജാനാമി ഭക്തിം വ്രതം വാ അപി. എനിക്ക് ഭക്തിയെ അറിയില്ല, വ്രതത്തെയും അറിയില്ല. ഭക്തിയെ അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ശരിയായ ഭക്തി, എങ്ങനെയാണ് ആ ഭക്തി ഉണ്ടാവുന്നത്? ഭക്തി മുക്തിഹേതുവാണെന്നറിയാം, പക്ഷെ എന്താണ് ഭക്തി, എങ്ങനെയാ ഭക്തി സംഭവിക്കും? ഈ വിഷയങ്ങളെ പ്രതിപാദിക്കുന്നത് ഭക്തിശാസ്ത്രങ്ങളാണ്. ഭക്തിശാസ്ത്രങ്ങളെ എനിക്കറിയില്ല, അഥവാ ശരിയായ ഭക്തിയെ ഞാൻ അറിഞ്ഞിട്ടില്ല, അങ്ങനെയും പറയാം. ശരിയായ ഭക്തിയെ ഞാൻ അറിഞ്ഞിട്ടില്ല. അതുപോലെ എന്താണ് വ്രതമെന്ന് എനിക്കറിയില്ല. വ്രതം വരിക്കുന്നതാണ്. നമ്മൾ പ്രത്യേകം അനുഷ്ഠാനാർത്ഥം വരിക്കുന്നതാണ് വ്രതം. ഇന്ന പോലെ ഞാൻ പാലിച്ചു കൊള്ളാം, ഇത്ര കാലം പാലിച്ചു കൊള്ളാം, ഇന്നിടത്ത് പാലിച്ചു കൊള്ളാം എന്നൊക്കെ വ്രതത്തിന് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കനുസൃതമായി നമ്മൾ വ്രതം സ്വീകരിക്കും. അതിനെ സംബന്ധിക്കുന്ന ശാസ്ത്രങ്ങൾ എന്താണ് വ്രതനിഷ്ഠ എന്ന് എനിക്കറിയില്ല, അത് ഞാൻ അനുഭവിച്ചിട്ടില്ല. അങ്ങനെ പുണ്യവും തീർത്ഥവും മുക്തിയും ലയവും ഭക്തിയും വ്രതവും ഒന്നും അറിയാത്തത് എനിക്ക് ഒന്നറിയാം. അതെന്ത്? ഗതിസ്ത്വം, നീ ഗതിയാണ്. ഗതിസ്ത്വം, നീ ഗതിയാണ്. ത്വമേകാ ഭവാനി, ഹേ ഭവാനി, നീ ഒരുവളാണ് ഗതി. ഈയൊരു ഭഗവതി മാത്രമാണ് ശരണാഗതി എന്നുള്ള ബോധം. കാരണം മറ്റു മാർഗങ്ങളൊക്കെ അറിയാം എന്നുള്ള ആൾക്ക് പൂർണ്ണ ശരണാഗതി വരില്ല. അയാൾ ആ വഴിയിലൂടെ പ്രാപിക്കാനാണ് നോക്കുക. ഇന്ന് അനുഷ്ഠാനത്തിലൂടെ പ്രാപിക്കാം എന്ന് മനസ്സിലാക്കിയാൽ ആ അനുഷ്ഠാനം ചെയ്യാനാണ് മുതിരുക. മറ്റാശ്രയമുണ്ടെന്ന് ബോധിച്ചാൽ ആ ആശ്രയത്തെ ആലംബമാക്കാനാണ് നോക്കുക. ഇവിടെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഉടനീളം എനിക്ക് മറ്റൊരാശ്രയമില്ല, മറ്റൊരു ഗതിയില്ല, മറ്റൊരറിവില്ല എന്ന് ആവർത്തിച്ച് ഏകഗതി ഏകാശ്രയം ഭവാനി മാത്രമാണെന്ന് ആവർത്തിക്കുകയാണ്. നോക്കൂ, നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. കുകർമ്മി കുസംഗി കുബുദ്ധി കുദാസഃ കുലാചാരഹീന കദാചാരലീന കുദൃഷ്ടി കുവാക്യപ്രബന്ധ സദാഹം ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. കുകർമ്മി, ദുഷിച്ച കർമ്മങ്ങളോടൊത്തവൻ. കുസംഗി, ദുഷിച്ച സംഘങ്ങളോടൊത്തവൻ. കുബുദ്ധി, ദുഷിച്ച കുത്സിതമായ ബുദ്ധിയുള്ളവൻ. കുദാസഃ, കുത്സിത ഭാവത്തോടു കൂടിയ ദാസൻ. അഥവാ കുത്സിത ഭാവത്തോടു കൂടിയ ദാസന്മാരാർക്കുണ്ടോ അങ്ങനെയുള്ള ആൾ. അനേക അർത്ഥങ്ങൾ പറയാം, നമുക്ക് ക്രമമായി ചിന്തിക്കാം. കുലാചാരഹീന, കുലാചാരങ്ങൾ പാലിക്കാത്തവൻ. കദാചാരലീന, ദുഷിച്ച ആചാരങ്ങളിൽ മുങ്ങിയവൻ. കുദൃഷ്ടി, ദുഷിച്ച കുത്സിതമായ ദൃഷ്ടിയോടൊത്തവൻ. കുവാക്യപ്രബന്ധ, ദുഷിച്ച വാക്യങ്ങളെ സദാ പറയുന്നവൻ. അങ്ങനെയെല്ലാം ഉള്ളവനാണ് ഞാൻ അമ്മേ. അതുകൊണ്ട് തന്നെ എനിക്ക് സ്വതേ എൻ്റെ കർമ്മത്തിലൂടെ ഒരു സദ്ഗതി ലഭിക്കില്ല, ഒരു ഊർധ്വഗതി ലഭിക്കില്ല. ഊർധ്വഗതി ലഭിക്കാനുള്ള ഒരു കയ്യിലിരിപ്പും എൻ്റെ അടുത്തില്ല. എല്ലാം അപചയത്തിനുള്ളതാണ്. ഈ തിരിച്ചറിവിലാണ് ഹേ ഭവാനി
നീ ഒരാൾ മാത്രമാണ് ഗതി, നീ ഒരാൾ മാത്രമാണ് ഗതി എന്ന് ആവർത്തിക്കുന്നത്. അപ്പോൾ തനിക്ക് മറ്റേതെങ്കിലും ഒരു മാർഗത്തിലൂടെ ഉയർച്ച ഉണ്ടാകും എന്നാണെങ്കിൽ ആ വഴിക്ക് നോക്കാം. അതൊന്നുമില്ല. അതുകൊണ്ട് അമ്മ മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ എന്ന ബോധത്തിൽ നിന്നുണ്ടാവുന്ന ശരണാഗതിയാണിവിടെ കാണിക്കുന്നത്. ഈ ഭാഗം നമുക്കൊന്നുകൂടി ചിന്തനത്തിന് വിധേയമാക്കണം. അടുത്ത പ്രാവശ്യമാവട്ടെ.